The large S glycoproteins are used by the virus to gain entry to human cells. They most likely attach to angiotensin-converting enzyme 2 receptors on the cell membrane, allowing the virus entry. The exact mechanism for this is not known. Most likely, as shown here, the human cell ingests the virus in a process known as endocytosis. Once inside the cytoplasm, the endosome opens to reveal the virus's genetic material, a single-stranded RNA. The virus hijacks the cell's machinery to replicate the RNA in N proteins and uses the endoplasmic reticulum to form its M protein outer layer and the all-important S protein. After replication, the virus is carried by the Golgi bodies out of the cell in a process known as exocytosis so that it can infect other cells. Meanwhile, the stress of viral production on the endoplasmic reticulum eventually leads to apoptosis, or cell death. It should be noted that the mechanism of action for 2019 novel coronavirus is unknown. However, scientists in China have sequenced the genome, while others have used the sequencing to visualize the structure. നല്ല അനുഭവങ്ങൾ പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ അതും പറയാം. ഒന്ന് ഡിലേ ആയതുകൊണ്ട് മുനീർ മയ്യന്നൂർ സലാം പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ മമ്മൂട്ടി കുരുമ്പള കറക്റ്റ് മനസ്സിലാവുന്നില്ല, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നമ്മുടെ സലാം ഭായി പറഞ്ഞു, അതുപോലെ രണ്ടാൾ പറഞ്ഞതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എന്തായാലും കുറച്ച് പരമാവധി കീപ്പ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അഫ്സീർ അടൂര് നന്ദി. ജാബിർ അതുപോലെ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. മുസൽ മൂപ്പൻ ഫാരിസി MP-യുടെ കൂടെ ഉണ്ടായിരുന്നു അജ്മലിൻ്റെ കമ്പനിയിൽ. അത് അനീഫക്കാണ് അറിയിക്കുന്നത്. അസ്സലാമു അലൈക്കും. ബുറൈമിയുടെ വിഭാഗം KMCCയുടെ ഈ നെടും തൂണുകൾ എന്ന് അറിയിച്ചിട്ടുണ്ട് സെയ്ദ് M ഹസൻ. അത് നമ്മൾ ഹസൻ മാഷാന്ന് തോന്നുന്നുണ്ട്. അഹമ്മദ് ബിൻ ഫാരിസി കണ്ടാൽ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ നമ്മുടെ ഇവർക്കൊക്കെ അറിയണമായിരിക്കും. റസാനിയിൽ വർക്ക് ചെയ്യണ നമ്മൾ അജ്മലുണ്ട്, യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകനാണ്. കാസിം KP ഒരു അസ്സലാമു അലൈക്കും അറിയിച്ചിട്ടുണ്ട്. നൗഷാദ് ബുറൈമി കരീം ഖാൻ ഹാജി ഖാൻ സുഖമല്ലേ, ഞാൻ നാട്ടിലാണ്, എങ്ങനെയാണ് ഇപ്പോൾ ബുറൈമിയിൽ സ്ഥിതി, മാർക്കറ്റ് അടച്ചു എന്ന് അറിഞ്ഞാൽ കഴിഞ്ഞു. ഏതായാലും നമ്മളും അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ നാളെയൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നാണ് കരീം ഖാൻ നേരത്തെ അറിയിച്ചത്. അതുപോലെ ജാബിർ അതുപോലെ ഒരു ഈദ് മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്, ഈദ് മുബാറക്ക്. അതുപോലെ ഷിഹാബ് നരിപ്പറ്റ ഈദ് മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്, ഈദ് മുബാറക്ക് അറിയിക്കുകയാണ്. അഷ്റഫ് KB അഷ്റഫ് ഈദ് മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്ന രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് ബുറൈമി KMCC ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചോദ്യം വന്നു. പിന്നെ അതുപോലെ KMCCയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ നല്ല അനുഭവങ്ങളെക്കുറിച്ചും. അത് ഏറ്റവും യോഗ്യനായി പറയാനുള്ളത് കരീം ഖാൻ തന്നെയാണ്. നമ്മളെ KMCCയുടെ നെടുന്തൂണായ കരീം ഖാൻ എന്ന് പറയും ഇൻഷാല്ലാ. തന്ത്രപൂർവ്വം എന്നിലേക്ക് മാറ്റിയതാണെന്നൊരു സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല ഇൻഷാല്ലാ. നിങ്ങൾ രണ്ട് ചോദ്യങ്ങളും വളരെ നല്ല ചോദ്യങ്ങളാണ്. എന്താ വെച്ചാൽ നമുക്കറിയാം ബുറൈമിയിൽ KMCC വന്നിട്ട് അധികം സമയങ്ങളൊന്നും ആയിട്ടില്ല, വളരെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു 2004 നമ്മൾ ബുറൈമിയിൽ KMCCയുമായിട്ട് 2014 അതായത് ആ സമയത്താണ് നമ്മൾ ബുറൈമിയിൽ KMCCയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ സമയം മുതൽ ഇതുവരെ നമുക്ക് ഇവിടെ ഒരുപാട് ആളുകളെ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗം എന്ന് പറയാൻ കഴിയില്ല. എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ടാണ് KMCCയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിൻ്റെ പരമായിട്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രയാസം, രോഗികൾ, അതുപോലെ മറ്റേ നിയമപ്രശ്നങ്ങൾ പെട്ടുള്ള ആളുകൾ, അതുപോലെ മരണപ്പെട്ട ആളുകൾക്കൊക്കെ നമുക്ക് അതിൻ്റെതായ സമയങ്ങൾക്ക് ആവശ്യമായ നടപടികളൊക്കെ പൂർത്തിയാക്കാനും ആവശ്യമായ സഹായങ്ങൾ KMCCയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ അനുഭവം കൂടിയാണല്ലോ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഭവങ്ങൾ. അതിനുശേഷം നമുക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ പ്രവർത്തനം ഇപ്പോൾ എല്ലാവരും കണ്ടതാണ് ബുറൈമിയിൽ. അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ആളുകൾക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കാൻ, അതുപോലെ മരുന്നുകൾ, രോഗികളെ ആളുകൾക്ക് ആവശ്യമായ മരുന്നുകൾ കഴിയുന്ന രീതിയിൽ നമുക്കത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കുറേ സൗജന്യമായിട്ട് പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ നമ്മളോട് ഇങ്ങോട്ട് പിന്നെ ആവശ്യമായ മരുന്നിൻ്റെ വില തരാൻ തയ്യാറായിട്ട് വന്നിട്ട് ആളുകളുണ്ട്. കൂടുതൽ ഒരു സഹായം എന്നുള്ളവർക്ക് മരുന്നിൻ്റെ വിലയേക്കാൾ കൂടുതലായിട്ട് നമുക്ക് അതിനേക്ക് സംഭാവന തന്ന ആളുകളുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു അനുഭവങ്ങളാണ്. അത് നമ്മുടെ പ്രവർത്തനത്തിൽ കൂടുതൽ ഊർജ്ജം കൂടി ലഭിക്കുന്ന ഒരു കാര്യങ്ങൾ കൂട്ടാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല കാര്യങ്ങളുമായിട്ട് തന്നെയാണ് KMCC മുന്നോട്ട് പോയിട്ടുള്ളത്.
അതിലൊരുപാട് നമ്മളുടെ അനുഭവങ്ങളിൽ തന്നെ നമുക്ക് എന്ന കമ്മിറ്റികൾ നമുക്കറിയാൻ കഴിയും. പിന്നെ ഇതൊന്നും ഇപ്പോൾ നമ്മളിവിടെ പറയേണ്ട ഒരു വിഷയമല്ല. പല ആളുകൾ നമ്മെ സഹായം കിട്ടിയ ആളുകൾ നമ്മോട് വിളിച്ചറിയിക്കുന്നതും പിന്നെ പേഴ്സണലായിട്ടും ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾക്ക് അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നതിന് നമുക്ക് വലിയൊരു സന്തോഷം. നമ്മൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇവിടെ ഉള്ള ആളുകളെ സഹായിക്കുമെന്ന ലക്ഷ്യത്തോട് തന്നെയാണ്. പ്രയാസം അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും അത് ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടാണെങ്കിലും വേറെ സാമോശപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് നമുക്കുള്ളത്. തീർച്ചയായും ഇനിയുള്ള കാലങ്ങളിലും അതേ രീതിയിലുള്ള പ്രവർത്തനത്തിനായിരിക്കും KMCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതിനൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് തുടർന്ന് ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അവർക്കും കൂടി ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ നമ്മൾ ഇവിടെ സഹായത്തിൻ്റെ കാര്യത്തിൽ ബുറൈമിയിലെ മലയാളികളായ പ്രവാസികളിൽ നിന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ അല്ലേ? അല്ലാതെ അതിൽ വേറെ രീതികളൊന്നുമില്ല. ബുറൈമിയിൽ മലയാളികളായ പ്രവാസികൾക്ക് രോഗം കൊണ്ട് മരണം പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു കിറ്റ് കൊടുത്ത കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോലും വിദേശികൾ പോലും വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും സുബൈർ ഓയലോട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂസ മേനക്കണ്ടിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ബുറൈമി കോവിഡ് രോഗികൾ കൂടുന്ന സാഹചര്യത്തിൽ ഒമാൻ ഗവൺമെൻറ്റിൽ നിന്നും KMCCക്ക് വല്ല നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. നിർദ്ദേശങ്ങൾ അത് പ്രത്യേകിച്ച് വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഡോക്ടറും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വർക്കിംഗ് സെക്രട്ടറി നൗഷാദ് മാഷ് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുൽ സമദ് ബാങ് ഗ്രേറ്റ് വർക്ക് എവർ ബുറൈമി KMCC COVID-19 ആൻഡ് റംസാൻ വളരെ പാവപ്പെട്ടവർക്ക് സഹായിച്ചതൊക്കെ വളരെ സന്തോഷം അറിയിക്കുന്നുണ്ട്. അതുപോലെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് പ്രിയപ്പെട്ട നേതാക്കൾക്ക്. ഷഹീർ നന്നാട്ട് KMCCയുടെ പ്രവർത്തനങ്ങൾക്ക് സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. തീർച്ചയായും ആമീൻ ആമീൻ. പിന്നെ അതുപോലെ ഇർഷാദ് പറയുന്നുണ്ട്, ആമീൻ പറഞ്ഞു. ഇർഷാദ് പറഞ്ഞു. ഇത് മുബാറക്ക് പറയുന്നുണ്ട്, സുബൈർ ഓലോട്ട്. അതുപോലെ മുനീർ പെരുത്ത് ഇഷ്ടം നമ്മളെ നേതാക്കളെ അറിയിക്കുന്നുണ്ട്. അതിലേറെ പെരുത്ത് ഇഷ്ടം ഞങ്ങളെ പ്രവർത്തകരെയാണ്. നമ്മൾക്ക് നേതാക്കൾ പ്രവർത്തകരില്ലെങ്കിൽ ഇല്ല. പിന്നെ ഇതൊക്കെ ഇവിടെ ഒരു സാഹചര്യം കൊണ്ട് നേതാക്കളായത് മാത്രമേ ഉള്ളൂ. ഈ ബുറൈമിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കളിൽ നിന്നൊന്നും പറയാനില്ല. എന്നിരുന്നാലും നമ്മൾ ചില സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ. അതെ, സാങ്കേതികത്തിൻ്റെ പേരിൽ ചില പേരുകളും സ്ഥാനങ്ങളും ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും അല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ. പിന്നെ യൂത്ത് വിങ്ങിൻ്റെ കാര്യം എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. യൂത്ത് വിങ് സംഗതി നമ്മുടെ കമ്മിറ്റി രൂപീകരിച്ചെന്ന് മുതലുണ്ടെങ്കിലും കൂടിയിട്ട് കുറച്ച് കാലമായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ അമീർ കല്ലാച്ചി, അതുപോലെ അജ്മൽ പാങ്, അൽഹംദുലില്ലാഹ് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ യൂത്ത് വിങ്ങിന് തന്നെ ഒരുപാട് വിങ്ങുകളുണ്ടല്ലോ. അപ്പോൾ യൂത്ത് വിങ്ങിൽ തന്നെ IT വിങ്, അതുപോലെ പല സംഗതികളും നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് വളരെ എന്തായാലും പറയാതിരിക്കാൻ വയ്യാതൊന്നും. പിന്നെ അതുപോലെ സത്താർ VP അസ്സലാമു അലൈക്കും ഈദ് മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം ഈദ് മുബാറക്ക്. നിസാർ അഷ്റഫ് ദാരമി പാലപ്പെട്ടി ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ദാരിമി ഉസ്താദിന് ഫേസ്ബുക്കില്ലാന്ന് നമുക്കറിയാം. ആ ദാരിമി ഉസ്താദിനെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടി പറയാതിരിക്കാൻ വയ്യ. വളരെ സജീവമായിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മാത്രമല്ല, നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ഹാഫിൽ അഷ്റഫ് ദാരിമിക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. കാരണം എന്താ വെച്ചാൽ ഒരു ഉസ്താദ് എന്നുള്ളതിലുപരി നമ്മളോട് വളരെ സജീവമായിട്ട് നമ്മളെ പ്രവർത്തകരിൽ ഇറങ്ങിച്ചെന്ന് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ദാരിമി ഉസ്താദാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. മുഹമ്മദ് അലി അസ്സലാമു അലൈക്കും ഈദ് മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷബീർ നന്നാട്ട് അതുപോലെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. കാമിൽ PT അസ്സലാമു അലൈക്കും ഈദ് മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒരു ചോദ്യം ഇതിൽ വന്നിരുന്നതെന്ന് വെച്ചാൽ മൂസ മേനക്കണ്ടി ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും കൂടി വ്യക്തമായിട്ട് പറയുന്നു. അതാ ഗവൺമെന്റിൽ നിന്ന് വല്ല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് നിർദ്ദേശങ്ങൾ എന്തായാലും നമ്മുടെ വർക്കിംഗ് സെക്രട്ടറി അറിയാൻ നൗഷാദ് മാഷ് കൃത്യമായിട്ട് ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഏത് രീതിയിലുള്ള അതേ സമയങ്ങളിലുള്ള സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമുക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തൊക്കെ പ്രിക്കോഷൻസ് എന്തൊക്കെ മുൻകരുതൽ നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നൗഷാദ് മാഷ് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അത് കൃത്യമായ സമയങ്ങളിൽ നിങ്ങൾ അറിയിക്കുകയും ചെയ്യും. ഇതിലങ്ങനെ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നമ്മളുടെ ആളുകളുടെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതെ, തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനം വളരെ ഭംഗിയായ രീതിയിലാണ് ഈ സമയത്ത് യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി അത് ഊർജ്ജമായിരുന്നു യൂത്ത് വിങ്. കാരണം യുവാക്കളാണല്ലോ എപ്പോഴും ഒരു പ്രസ്ഥാനത്തിന് നിർത്തൂണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് തന്നെ അതെ, അതിലൊക്കെ ക്ഷമിക്കുക. കാരണം അങ്ങനെ പേരിലും മാത്രമായിട്ട് ഒതുങ്ങിക്കണ്ട, എല്ലാവരും പറയണം, പേരെടുത്ത് പറയുമ്പോൾ. അതുകൊണ്ടാണ് ഒരാൾ 1-2 ആളുടെ മാത്രം പേരെടുത്ത് പറയാത്തത്. എങ്കിലും ചില ആളുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. അതിന് പേരായിട്ട് നമ്മൾ അമീർ സാഹിബ്, അതുപോലെ തന്നെ അജ്മൽ, പിന്നെ
അബ്ബാസ് കുത്താല, ഷാഫി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഹമീദ് പട്ടാമ്പി, നാസർ ഐ ടി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ അപ്പോൾ എല്ലാവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ടാണ് ആ പേരിലേക്ക് പോകാത്തത്. തീർച്ചയായിട്ടും നിങ്ങളെ ഒരു വലിയൊരു സംഭാവനയാണ് ചെയ്തത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് നീണ്ടും നിങ്ങളുടെ സംഭാവന ഉണ്ടാവണം വരും ദിവസങ്ങളിൽ എന്നാണ് പറയാനുള്ളത്. അതുപോലെ മുഹമ്മദ് റഫീഖ് ഒരു നന്നായിട്ടെന്ന് പറയുന്നത്, അതുപോലെ മുഹമ്മദ് റഫീഖ് തന്നെ അള്ളാഹു ഹയർ ചെയ്യട്ടെന്ന്. പിന്നെ അതുപോലെ നമ്മുടെ അബ്ദുൽ ഹമീദ് പറയുന്നത് നമ്മളോട് നമ്മളോട് കൂടിയാണ് നല്ല അനുഭവങ്ങൾ പറിച്ചേക്കണ നല്ല അനുഭവമാണ്. നല്ല അനുഭവമാണ്. അതിനെ ഇപ്പം നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട് ഓൾറെഡി. സന്തോഷം തന്നെ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഓരോ സംഗതികളും പൂർത്തീകരിക്കുമ്പോഴും ചെയ്യുമ്പോഴും നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോഴും വളരെ സന്തോഷം തന്നെയാണ് അല്ലേ അജിക. അതുപോലെ CK റഷീദ് ഒരു ഹലോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ അമീദ് ഖ നമ്മളെ സെൻട്രൽ കമ്മിറ്റി മെമ്പറും കൂടിയാണ്. അമീദ് ഖയൊക്കെ വളരെ സജീവമായിട്ട് നമ്മളോട് പ്രവർത്തിക്കുന്നുണ്ട്. സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ തന്നെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ എടുത്തു പറയേണ്ട പേരുകൾപ്പെട്ടാണ് ഉസ്താദുമാർ, നമ്മളെ ഹമീദ് റഹീമി, മുജീബ് റഹീമി, പിന്നെ അംസ് ഉസ്താദ്, ദാരിം ഉസ്താദ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മജീദ് ഉസ്താദ്, അതെ മജീദ് ഉസ്താദ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം നാട്ടിലാണുള്ളത്. അവരൊക്കെ വളരെ സജീവമായിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മെസ്സേജുകൾ നമ്മൾ താഴെ വിടുന്ന ഇത് വരുന്ന സ്ക്രോളിൽ വരുന്ന മെസ്സേജുകളൊക്കെ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ എന്താ വെച്ചാൽ വളരെ ആവശ്യമുള്ള നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഇതിലുള്ളത്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ നമ്മുടെ പ്രവർത്തനത്തിൽ അതുപോലെ അബൂക്കറാജി എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയുക നിസ്വാർത്ഥനായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അബൂക്കറാജി. ഏത് പ്രവർത്തനത്തിലും നമ്മൾ കൂടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് പേരെടുത്ത് പറഞ്ഞ് മതിയാവാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ പരമാവധി നമ്മളെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ആ പ്രവർത്തകരും പിന്നെ അതുപോലെ നമ്മുടെ പ്രവർത്തകർക്കാണ് നമ്മളിപ്പോൾ മുൻഗണന കൊടുക്കുന്നത്. ബ്രൈമിയിലെ KMCCയുടെ പ്രവർത്തകർക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. അതുപോലെ എല്ലാവരും ഇവിടെയുള്ള ബ്രൈമികൾ എല്ലാവരും ഇല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ KMCC ലൈവായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ജാതിഭേദം എന്നെ എല്ലാവർക്കും ഞങ്ങൾ സഹായം ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് ചെയ്യുകയും ചെയ്യും. എല്ലാവർക്കും നമ്മളെ ബന്ധപ്പെടാം. പിന്നെ അതുപോലെ CK റഷീദ് ചെറുക്കള ഒരു ഹലോ പറഞ്ഞിട്ടുണ്ട്. റഷീദ് അതുപോലെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വലൈക്കും സ്ലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. മോനു മോളൊരു ഹായ് വീണ്ടും മോനു മോളൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ നമ്മുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറും കൂടിയാണ്, സജീവ് വൈസ് പ്രസിഡൻറ്റും കൂടിയാണ്. നാട്ടിൽ നിന്ന് ലീവിന് പോയ ആളുകൾ വരുന്നതിനെ കുറിച്ച് അത് നേരത്തെ കരീംക്ക പറഞ്ഞതാണ്. ഇതുവരെ നോട്ടിഫിക്കേഷനൊന്നും കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതല്ലേ നിസാർ ഒക്കെയാണത് ചോദിച്ചത്. സുബൈർ ഓയിലോട്ട് KMCC നേതാക്കൾക്ക് അഭിനന്ദനങ്ങൾ. ഇനിയും നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത്. ആമീൻ ആമീൻ അൽഹംദുലില്ലാഹ്. അതൊക്കെയാണ് നമ്മൾ ഈ പ്രാർത്ഥനയും നമ്മൾ ഊർജം നമ്മളെല്ലാവരുടെയും നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കണം തന്നെയാണത്. അല്ലാതെ നമ്മുടെ നിയത്തും അത് തന്നെയാണല്ലോ. നമ്മൾ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിന് വേണ്ടി മാത്രമാണ്. അൽഹംദുലില്ലാഹ്. പിന്നെ അതുപോലെ നാട്ടിലുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം ഈദാശംസകൾ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ കരീംക്കുണ്ട്. പിന്നെ നാട്ടിൽ തന്നെ നേതാക്കൾ പലരും ഉണ്ട്. നാട്ടിൽ ഇപ്പം ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് വരാൻ പറ്റാത്തൊക്കെ ആളുകളുണ്ട്. അവരൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനിയും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ പറയുന്നത് കരീംക്കായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്നുമില്ല. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മറുപടി പറയാൻ പറ്റും. സമയം അധികം ഇനി ഉണ്ടാകും തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ്. എമർജൻസിക്ക് നാട്ടിൽ പോകാൻ എമർജൻസി അങ്ങനെ അത് ബോധ്യപ്പെട്ട എമർജൻസി ഒന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് അതിന് പരിഹാരം കാണാൻ കഴിയും. തീർച്ചയായും ബന്ധപ്പെട്ടിരുന്നു. അതെ അതെ എംബസി പലർക്കും നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം മെയിൽ വന്നു.
മെയിൽ വന്നതിന് ശേഷം പിന്നെ റിപ്ലൈ ഒന്നും വരാത്ത ആളുകളുണ്ട്. അതുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ അത് ടെക്നിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും. ഏതെടുക്കുന്ന ബന്ധപ്പെട്ട എംബസിയിൽ ടോൾ ഫ്രീ നമ്പറുകളുണ്ട്. അതിൽ മറ്റ് വീട്ടുകൾ വിളിച്ചേണ്ട നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക ആളുകൾ. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യത കിട്ടും നിങ്ങൾക്ക്. കരീം, നമുക്കിപ്പം എംബസിയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെ വരുന്നത് എയർ ഇന്ത്യ എന്നുള്ളതാണല്ലോ. അപ്പം ടിക്കറ്റിൻ്റെ ആവശ്യത്തിന് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് നമ്മൾ തിരിച്ച് മെയിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം റിപ്ലൈ വരാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിന് വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെയാണ് അതിൽ കാണിക്കണമെന്ന് പറയാൻ കഴിയുന്നത്. എന്തായാലും ഒന്ന് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു. അങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മളത് ബന്ധപ്പെട്ട ഒരു ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ട്. അപ്പോൾ വരും ദിവസങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് നമ്മളെന്തായാലും ബന്ധപ്പെട്ട എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി ചിലപ്പം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്കിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പം കുറച്ച് സമയം കൂടി നമ്മൾ ഒന്ന് കട്ട് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും തീർച്ചയായും കുറച്ച് നേരം കൂടി വന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും. You might recognise it by now. This is SARS-CoV-2, the virus that causes the novel coronavirus COVID-19. A single cell is just 120 nanometres in diameter. Here it is at 12 million times magnification, a microscopic virus that's turned the world upside down. Each cell of the virus is made up of several parts. On the outside, it's covered in nodules topped with distinctive protein spikes. It's these spikes that give the coronavirus family its name. In Latin, corona means crown, see? And the name COVID-19 simply means coronavirus disease of 2019. The corona protrudes from the glycoprotein membrane, an envelope of lipid molecules that coat the virus cell's body. This fatty layer of skin is very delicate and it falls apart when it meets soap. And that's why for now soap is our best weapon against the virus and why you should take your time washing your hands. After 20 seconds, soap penetrates the grease and grime on our hands enough to rip the virus membrane apart, killing it. Under that oily skin is where the real trouble lies. Inside each cell is a small sample of RNA, ribonucleic acid. It carries the virus's genetic code and allows it to multiply, leading to infection. But how does the viral RNA get into our bodies? It comes back to those protein spikes. After the virus has entered the human body, it uses those spikes to attach itself to a healthy cell in the respiratory system. Once that's done, the viral RNA is released and the takeover begins. The cell reads the viral RNA and makes proteins that keep our body's immune systems suppressed. That allows the virus to reproduce and multiply, killing healthy cells and potentially causing lifelong damage or death. So how do we beat this disease? Again, it's all to do with those protein spikes. They might be its strength, but scientists think they might also be its weakness. They now know its genetic code and can recreate it. A trial that began in Seattle is injecting people with that protein. Because it doesn't contain the viral RNA, they believe it's harmless, but it can teach the body how to make antibodies against the protein spikes. Those antibodies would cover the spikes, incapacitating the virus and prevent it from piercing healthy cells. That's the hope. It's just one of about 30 trials underway around the world right now. But most researchers agree a vaccine is still 12 to 18 months away. For now, the best way to avoid becoming infected is to wash your hands, avoid touching your face, and keep practicing physical distancing. വീണ്ടും അബ്ബാസ് തല KMCCയോട് സഹകരിക്കുന്ന സംഘടനകളെ കുറിച്ച് എന്താണ് വ്യക്തമാക്കി തരുന്നത്? വ്യക്തികളെക്കുറിച്ച്, സംഘടനകളെയും വ്യക്തികളെയും കുറിച്ചാണ് ചോദിച്ചത്. ഇങ്ങനൊരു ഇവിടെ നമ്മളിപ്പോൾ അനുഭവത്തിലല്ല, ഇവിടെയുള്ള ആളുകളും നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതിനകത്ത് ആ സംഘടനകളിലും വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സംഘടന ഓരോ വ്യക്തികളുണ്ടല്ലോ, എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇന്നത്തെ ഒരു പേരെടുത്ത് വരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവർ നമ്മളോട് കരുണ കാണിക്കുന്നു. അദ്ദേഹത്തെ
അതുപോലെ നമുക്ക് ബുറൈമി KMCC അത് മതി. അതെ, അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ ഒരു ലക്ഷ്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. നിസാറൊക്കെ പറഞ്ഞ് നിസ്വാർത്ഥരായ നേതൃത്വമാണ് ഞങ്ങളുടെ കരുത്ത്. നാട്ടിലും മറുനാട്ടിലും കൂടുതൽ കരുതൽ എന്ന KMCCയുടെ ക്യാമ്പയിൻ വളരെ വിജയമായിരുന്നു. അതെ, സന്തോഷം. നിസ്വാർത്ഥരായ ഓരോ പ്രവർത്തകരും ഇവിടെ സാധാരണ വളരെ സാധാരണക്കാരായ ആളുകളാണ്. അതെ, ഇവിടെ ഉള്ളത് നമുക്കറിയാം. ബുറൈമിൽ ഇപ്പോൾ എല്ലാവരും വലിയൊരു ബിസിനസ്സുകാരെന്നല്ല നമുക്കറിയുന്നതാണ്. ഒക്കെ സാധാരണ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ് ബുറൈമിൽ അധികം ഉള്ളത്. അപ്പോൾ ആളുകളൊക്കെ നമ്മളോട് അവർക്കൊക്കെ ഒരു ഇതിൻ്റെ പുണ്യം കിട്ടുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് സഹകരിക്കുന്നത്. അത് നമ്മുടെ വെറും സാധാരണപ്പെട്ട ആളുകളുടെ ഒരു ശക്തമായ ഒരു പിന്തുണ തന്നെയാണ് നമ്മളിതിൻ്റെ വിജയം. അതുകൊണ്ട് അവർക്ക് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് അവസരം നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ നമ്മുടെ മാതൃസംഘടനയായ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ തന്നെ വളരെ സജീവമായിട്ട് ആ ഒരു ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കണമല്ലോ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ദുരുദ്ദേശങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇൻഷാല്ലാ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട് അല്ലേ? ഏതായാലും കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യലാണ് നല്ലത്. അബ്ദുൽ റസാഖ് പല്ലങ്ങൽ KMCC എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും KMCC ഒക്കെ ജയിക്കും. മുന്നോട്ട് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് വിജയത്തോടു കൂടി. കാരണം നമ്മളെ പ്രവർത്തനങ്ങൾ, നമ്മളെ നിയത്ത് അതൊക്കെയാണ്. ഇൻഷാല്ലാ അപ്പോൾ ഇൻഷാല്ലാ ഇനി നിർത്തണമായിരിക്കും. നമുക്ക് നന്നാവാൻ ഷാബാഗൊക്കെ കഴിഞ്ഞു. ഇനി ഒരുപാട് ജോലിയുള്ള ആളുകളൊക്കെ ആയിരുന്നു. കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഏതായാലും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും. ഞാൻ പ്രസിഡന്റ് അതുപോലെ സെക്രട്ടറി കൈമാറുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഈ അവസരത്തിൽ സംവദിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. അത് ഈ ദിനത്തിൽ തന്നെ ഇതിങ്ങനെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ലൈവ് പ്രോഗ്രാം വെച്ചത്. ഇതിൻ്റെ പ്രവർത്തിച്ച ഇതിൻ്റെ അണിയർ പ്രവർത്തകരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ ഈ ലൈവിലുമായിട്ട് വന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് കൂടി ഞങ്ങളെല്ലാ ഈദ് മുബാറക്ക് ഈ സമയത്തിൽ ആശംസിക്കുകയാണ്. ഈ പ്രോഗ്രാമുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ലൈവ് ഈ പ്രോഗ്രാമായിട്ട് സഹകരിച്ച പലരും ഉണ്ട്, ടെക്നീഷ്യനായിട്ട് പല രീതിയിൽ എല്ലാവർക്കും നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നു. പിന്നെ അതുമാത്രമല്ല ഇവിടെയുള്ള ബുറൈമിയിലുള്ള പലരും നമ്മൾ KMCCൻ്റെ ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ ചെറിയ കച്ചവടക്കാർ വരെ നമ്മളെ വളരെ നന്നായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരും അതുമാത്രമല്ല ഇവിടെയുള്ള കച്ചവടക്കാരും. അവർക്കെല്ലാം തക്കതായ പ്രതിഫലം അല്ലാഹു തആല നൽകട്ടെ. അതുപോലെ ചെറിയ 1-2 പ്രാവശ്യം ചെറിയ മിസ്റ്റേക്കുകൾ, ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം കട്ടായിട്ടുണ്ട്. അത് വളരെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ അൽഹംദുലില്ലാ നമ്മളെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, പിന്നണിയിൽ പ്രവർത്തിച്ചവരുണ്ട്. അതുപോലെ നമ്മുടെ ബുറൈമിയിലെയും മറ്റുള്ള നാട്ടിലുള്ളവരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഈദാശംസകൾ അറിയിക്കുന്നു, വളരെ സന്തോഷം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ എന്ന് മാത്രം ദ്വാർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ഇനി വൈൻഡപ്പ് ചെയ്യല്ലേ, അതല്ല നല്ലത്. ഇൻഷാ അല്ലാഹ് ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അത് ലാസ്റ്റ് KMCC ടീമിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. നന്ദി, സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.